തോണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വരുന്നു. എൻ്റെ പേര് വിലാസിനിയാണ്. എനിക്ക് പെട്ടെന്ന് കണ്ണിനൊരു മങ്ങൽ വന്നു. ഒരു 2-3 ദിവസമൊക്കെ ആകുമ്പോൾ ഞാൻ കാലങ്ങ് മറിഞ്ഞു പോകുമായിരുന്നു. കുഴിയാണോ നിരപ്പാണോ എന്നറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചേട്ടൻ്റെ കൂടെ പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ കൂടെ പറഞ്ഞു നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി നരമ്പ് പരിശോധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു 16,000 രൂപയാവും ഒരു കണ്ണിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ. അത് എടുക്കണം, എന്നാലേ കാഴ്ച കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എത്ര രൂപയാകുമെന്ന് പറഞ്ഞു? 16,000 രൂപ ഒരു കണ്ണിൽ ഇഞ്ചക്ഷൻ എടുക്കണേന്. ഇടത് കണ്ണിനകത്തൊരു മുഴയാണെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നൊരു തീരുമാനമെടുത്തു. ഇതിൽ 1% പൈസ ഞങ്ങൾ ശാലോമിൽ കാണിക്ക വയ്ക്കും, സാക്ഷിയും പറയും ഞങ്ങളെ കണ്ണിന് നല്ല കാഴ്ച കിട്ടുമെങ്കിൽ നിങ്ങളൊരു തീരുമാനമെടുത്തു. വന്ന് ചൂണ്ടുമല്ലോ ബദറിൻ്റെ കൂടി ഇതുപോലെ പറഞ്ഞു. ബദർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിട്ടു. ആശുപത്രിയിൽ ഞങ്ങൾ അവർ പറയുന്ന ദിവസങ്ങളിലെല്ലാം പോകുമ്പോഴൊക്കെ ബദറിനെ വന്ന് കണ്ടിട്ടാണ് പോണത്. തിരിച്ചു വന്ന് ഞങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ രണ്ടാമത് ഞങ്ങൾ പോയപ്പോൾ അവിടെ പറഞ്ഞത് കണ്ണ് ക്ലീൻ ചെയ്യണം, ഉടനെ തൽക്കാലം ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് വന്ന് ബദറിൻ്റെ കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞ പൈസ കാണിക്കുകയും അവിടെ വെച്ചു. എനിക്കിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞ ആഴ്ചയിലും ചെന്ന് 2 ദിവസം കിടന്ന് അവർ ചികിത്സയൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും എനിക്ക് അതിൽ ഒരു മാറ്റവും തോന്നിയില്ല. ഇപ്പം ഇന്ന് 2 ദിവസം കൊണ്ട് കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച ബദറിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വലിയ സാക്ഷി. ഇപ്പോൾ കണ്ണ് കാണാൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ. താഴെ ഇത് നിരപ്പാണല്ലോ. നേരത്തെ അമ്മ പറഞ്ഞത് കുഴിയാണോ നിരപ്പാണോ ഒന്നും കാണാൻ വയ്യായിരുന്നു, ഒരു മങ്ങൽ മാത്രമായിരുന്നു. 16,000 രൂപയുടെ ഇഞ്ചക്ഷൻ വേണമെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞു. ഒരു ഭാരിച്ച എമൗണ്ട് ആണ്. തൻ്റെ വലത്തെ കണ്ണിലൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ താനൊരു തീരുമാനമെടുത്തു. ഇവിടെ അമ്മയ്ക്ക് അനുഗ്രഹം ലഭിച്ചു. താനൊരു തീരുമാനം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്കൊരു ഭാരിച്ച എമൗണ്ടാണ് മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വെറുതെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കാൻ താല്പര്യമില്ല. ദൈവം എനിക്ക് സൗഖ്യം നൽകുകയാണെങ്കിൽ ഞാൻ അതിനൊരു ഭാഗം ഞാൻ ദൈവസഭയിൽ ദൈവനാമമഹത്വത്തിനായി അനേകം പേരുടെ വിടുതലിനായി കാരണമാകുന്ന ആ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെതായിട്ടുള്ള ഡെവലപ്മെൻറ്റിനായി ദൈവസഭയുടേതായിട്ടുള്ള ഡെവലപ്മെൻറ്റിനായി ഞാൻ സമർപ്പിക്കുന്ന ഒരു തീരുമാനമെടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യം പറഞ്ഞത് ഈ ഇഞ്ചക്ഷൻ എടുക്കാത്ത കാര്യം ശരിയാവത്തില്ല, ഇത്രയും രൂപ ബില്ലടച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് അടുത്ത് പോയപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ണ് ക്ലീൻ ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് ചെറിയ ചില ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നു. പക്ഷേ എങ്കിലും അവിടെയും മാറ്റം കിട്ടില്ല. പക്ഷേ ദൈവസന്നിധിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല ഈ ലോകത്തിൽ. താൻ എടുത്ത തീരുമാനം പലരും മറന്നു കാണാം. ശാലോം ചർച്ചിലെ അക്കൗണ്ട്സ് ടീമും ചിലപ്പോൾ മറന്നു കാണാം, അല്ലെങ്കിൽ ദേവദാസനും മറന്നു കാണും. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നില്ലേ. പക്ഷേ എൻ്റെ ദൈവമുണ്ടല്ലോ, നീ ദൈവസന്നിധിയിലാണ് ഒരു സ്തോത്ര കാഴ്ച നീ തീരുമാനമെടുത്ത് സമർപ്പിച്ചത് ഒരു പ്രാർത്ഥനാ വിഷയത്തോടുകൂടെ. അത് നമ്മൾ ആരും ഓർത്തില്ലെങ്കിലും ഞങ്ങൾ മറന്നാലും, ഞങ്ങൾ ഒരു പക്ഷേ ഒരു താങ്ക് യു പോലും അയക്കാൻ മറന്നാലും ദൈവം കാണുന്നവനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. ഒന്ന് കരമടിച്ചാൽ നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.